Hello, welcome back to my channel. ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താ പരിപാടി? എന്ത് പരിപാടി? ടെന്റ് വിളിക്കൽ പരിപാടി. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് മേതുട്ടിയുടെ സമരം ടെന്റിന് വേണ്ടിയിട്ടില്ലേ. അപ്പൊ നമ്മള് ടെന്റ് മേടിച്ചു. ഇന്നിപ്പോ അത് അൺബോക്സ് ചെയ്യേണ്ട പരിപാടി. അപ്പൊ കഴിഞ്ഞ ദിവസം മേടിച്ച ടെന്റ് നമ്മള് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്ന മേതുട്ടി? അപ്പൊ നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് ശരിക്കും പറഞ്ഞാൽ അൺബോക്സ് ചെയ്യേണ്ടിയായിരുന്നു. പക്ഷെ ആ സമയത്ത് കുറെ ലെങ്തി ആയിപ്പോയി അല്ലെ, വീഡിയോ വലിയ ലെങ്തി ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമ്മള് അടുത്ത പ്രാവശ്യം അത് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പക്ഷെ വേറെ ഏതെല്ലാം പിക്ചർ വെച്ചു. ഈ കളർ ഇതാണ് ഒരിക്കൽ തുറന്നു നോക്കി. മേതുട്ടിക്ക് കളവ് പറയാനറിയില്ല, അതൊരിക്കൽ തുറന്നു നോക്കിയതല്ലേ. നമ്മള് ഷോർട്സിന് വേണ്ടിട്ട് അത് നമ്മളെ റെഗുലർ നമ്മളെ വീഡിയോസ് എപ്പോഴും കാണുന്നവർക്ക് മനസ്സിലാവും അല്ലേ. അല്ല റെഗുലർ ആയിട്ട് നമ്മളെ വീഡിയോസ് സംഭവം കാണിച്ചിട്ട് ഇത് മണിക്കൂട്ടൻ എന്താ പറ്റിയത്? മണിക്കൂട്ടന്നെ പറയാം. മണിക്കൂട്ടൻ കൈ നോക്കി വലിയ ഫുട്ബോൾ വലിയ ഒന്നും പറ്റിയതല്ല, കൈ പപ്പടം കാച്ചിയതാണ് കൈക്ക്. കരഞ്ഞ് 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 എന്നൊരു രക്ഷയില്ലാണ്ട് ഇതിനിപ്പോ മനസ്സിലായി. പിന്നെ ഇനിയിപ്പോ കാര്യമെല്ലാം ചെയ്തിന്. കാരണം നല്ല കൂടുകൂടാ വെള്ളം വന്നിന്. കുറച്ചു നേരം പുകച്ചിലെടുത്ത ഒരു രക്ഷയുമില്ല. അത് സ്വാഭാവികമായിട്ട് സ്വാഭാവികം മാറ്റി മാറ്റി മതിയായി എനിക്ക്. എന്നെ തിരുത്തലാട്ടാ. നമ്മ കൊറേ സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാകും. അങ്ങനെ കൊറേ വാക്കുകൾ അല്ല, നമ്മള് കാര്യം മറന്നുപോയാ. അപ്പൊ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഈ അൺബോക്സ് ചെയ്യുന്നതിന് ഞാൻ ഇന്ന് ഇടപെടുന്നില്ല. എന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരുന്നില്ല. ഇതെല്ലാം ഒരു വലിയൊരു ചടങ്ങാട്ടാ. ഇതെല്ലാം വലിയ ഒപ്പിച്ചു വെക്കുവാൻ എന്തിന് അത് ഇപ്പൊ നമുക്ക് ഈ ത്രൂവിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് നമ്മ എല്ലാം ഉണ്ട്. ഇപ്പൊ മാനുവൽ എന്നാന്ന് എന്തോ അതിലെല്ലാം ഉണ്ട്. ബാബാ തുറക്കാം. അപ്പൊ എന്തെല്ലാം ഇതിന്റെ ഉള്ളിൽ ഉണ്ട് നമുക്ക് കാണാം. മേതുട്ടീന്റെ നമ്മൾ ഐറ്റം വന്നിരിക്കുന്നത് കൊറേ പൈപ്പുകളുണ്ട്. പിന്നെ ടെന്റിന് അതന്നെയല്ലേ വേണ്ട, പൈപ്പുകളല്ലേ. അച്ഛാ രണ്ട് വർത്താനം പറയലാണ്. ഇതാണ് ടെന്റ്. മേതുടിയുടെ ടെന്റ് ഉണ്ട്. ബാർബിയാണ് മെയിൻ ഐറ്റം. ബാർബി ഉണ്ട്. ബാർബി എന്തിലുണ്ട് മേതുടിയില്? യൂണിക്കോൺ ഉണ്ട്, ബാർബി ഉണ്ട്, എല്ലാം ഉണ്ടായി. അതിന്റെ ഇത് വേണ്ടേ എങ്ങനെ ചെയ്യേണ്ടതില്ല? പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം പോയി എടുക്കുന്നത്. ഇതല്ല ആ സംഭവം ഇല്ലാണ്ട് ശരിയാവില്ല കേട്ടാ. അതെല്ലാം ഓർമ്മയുണ്ടാവില്ല. പിന്നെ നമ്മ തപ്പിയെടുക്കാം. നമ്മുടെ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുമല്ല വേറൊരു സാധനം കൂടി വേണം. അപ്പൊ ഇപ്പൊ നമ്മളത് പരിധി എടുത്ത് തരട്ടെ ആദ്യം. എന്നാലേ ഇത് ബാക്കിയുള്ള കാര്യം നടക്കുമല്ലോ അല്ലേ. അസംബ്ലിംഗ് ഇൻസ്ട്രക്ഷൻ ഒന്നുകൂടി പറഞ്ഞു. ഇതാണ് ശരിക്കും സംഭവം. അത് ശരിക്കും ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവരത് അടിച്ചു വരെ കൊണ്ടുപോയിട്ട് ഒരു കൊട്ടയെ കൊണ്ടിട്ടു. ആള് നമ്മ തപ്പുമ്പോ കിട്ടിയതാണ്. അല്ല, അത് കളഞ്ഞിട്ടില്ല. പേപ്പറിൽ ഇടുന്നൊരു ഇതുണ്ട്. അപ്പൊ അതിലിട്ട് തരാം. അവിടുന്ന് കിട്ടിയത് ഒരാള് ഭയങ്കര സന്തോഷത്തിലാണ് അത് ഇട്ട് കൊടുക്കുന്ന സന്തോഷം. എനിക്കത് ഇടാലോ നമുക്ക്. അപ്പൊ അതിന്റെ ഒന്ന് ശരിക്കും കാണിച്ചു. ഇതൊരു ഒച്ചക്കല്ലതാ. ഇതാണ് അതിന്റെ അസംബ്ലിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതേപോലെ നമ്മൾ പ്രിയ ചെയ്യാൻ പോയിന്ന്.
ഫസ്റ്റ് ഇതെടുക്കും, ആ ഇതിങ്ങനെ വെക്കും, ആ ഇതും അതേപോലെ വെക്കും. ഇങ്ങനെ ഓക്കെ. പിന്നെ ആ സി എടുക്കും. അപ്പൊ ഫസ്റ്റ് എ പീസ്, ഏറ്റവും വലിയ പീസ് അല്ലേ? രണ്ട് സൈഡില് എ പീസ് വെച്ചു. ഏറ്റവും വലിയ പീസ് അതിന്റെ ചെറുത് സി, അതിന്റെ ചെറുത് ബി, ഏറ്റവും ചെറിയതാണ് ഡി. ഓക്കെ. ഫസ്റ്റ് എ എടുത്തിട്ട് ഇതിതാ ഈ ചോപ്പിൻ്റെത് ഇങ്ങനെ കുത്തുക. ഓക്കെ. പിന്നെ സി എടുക്കുക, സി അതിന്റെ കുറച്ച് ചെറുത് സി എടുത്തിട്ട് ഇതാ അത് ഇവിടെ കുത്തുക. പിന്നെ ആദ്യം ഇതെടുക്കുക, വീടിങ്ങനെ കുത്തുക. എ എടുക്കുക, എനിക്ക് 4 പീസും ജോയിൻ ചെയ്തു അല്ലേ? അപ്പൊ 2 എയും 2 എ 2 സി. ഇനിയിപ്പോ സി. അതാ പഠിച്ചോ, അതന്നെ അങ്ങനെ. അപ്പൊ ആദ്യത്തെ പടി തീർന്നു. പിന്നെ ബി ബി സീന്റെ ചെറുത് ബി, ഇത് ഇതെടുക്കുക. ഇതെടുത്തിട്ട് ഈ മേലത്തെ ഇങ്ങനെ കുത്തി വെക്കുക. മേതും ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ മണിക്കൂട്ടിന്. ആ മേലത്തെ ഇങ്ങനെ കുത്തി വെക്കുക. അപ്പൊ രണ്ടാമത്തെ പടി തീർന്നു. ഇനി പിന്നെ നമ്മൾ ബ്ലൂ മച്ചാൻ വരുന്നു. ബ്ലൂ മച്ചാൻ എടുത്തിട്ട് നമ്മൾ വെക്കേണ്ട രീതി അതാ മേതൂട്ടി കാണിച്ചായിരുന്ന അങ്ങനെ വെക്കും. അതന്നെ മേത് വെച്ച പോലെ തന്നെ. അങ്ങനെയല്ലല്ലേ, ഇത് ഉള്ളിലോട്ടായിരിക്കൂലേ വരേണ്ടത്, എന്നാലല്ലേ നമുക്ക്. പിന്നെ അങ്ങനെയല്ല അത് വരേണ്ടത്, അത് വരേണ്ടത് ഇത് ഇങ്ങനെയാ വരേണ്ടത്. എന്നാലേ നമുക്ക് ഈടിയും ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായിക്ക് ആ ഈ ഈനിയും ജോയിൻ ചെയ്യണം, ഈനിയും ജോയിൻ ചെയ്യണം. അപ്പൊ പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ കിട്ടൂലല്ലോ. അപ്പൊ അത് അകത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്. അങ്ങനെ തന്നെ നീ ഇപ്പൊ ചെയ്ത പോലെ തന്നെ. ശരിയാവൂലല്ലോ ഇപ്പത്തേക്കില്ല. അങ്ങനെയല്ല, ഇതാ ഇങ്ങനെ ഈ രീതിയിൽ ഈ സൈഡ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ തന്നെ. ആ മേതുന്റെ ശരിയായിട്ടില്ലല്ല, മേതുന്റെ അത് അയച്ചു നോക്ക്. അങ്ങനെയല്ല, തിരിച്ചിപ്പുറത്തോട്ട്. അങ്ങനെയായി ആയി. ആ അതെ, അതുമായി. അപ്പൊ നമ്മളെ ഇപ്പൊ കഴിഞ്ഞില്ലേ, മേതുന്റെ കഴിഞ്ഞിട്ടത് ആ സൈഡില്. മേതുട്ടിന്റെ പൊട്ടി വീണു കേട്ടോ. മേതുവിന്റെ മൊത്തം പൊട്ടുന്ന മണിക്കൂട്ടാ. ഫൗണ്ടേഷൻ ശരിയല്ല, ഫൗണ്ടേഷൻ ക്ലിയർ ഇല്ല. കുറച്ച് പവറിൽ ഇടേണ്ടി വരും അത്, അല്ലെങ്കിൽ എല്ലാം ടെന്റെല്ലാം പൊട്ടി തലക്ക് കൂട്ടാ. മണിക്കൂട്ട അതൊന്ന് വൃത്തിക്ക് അമർത്തി കൊടുത്തേ. മേതു മണിക്കൂട്ട അത് ശരിയാക്കില്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ശരിയാക്കി കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? രണ്ടാമത്തെ ചടങ്ങാ. എന്താണ് ഇത്? ചടക. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു കേട്ടോ. അപ്പൊ അതില് 2 പിന്നെ എന്റെ അല്ലേ, ഇത് ഏന്നല്ലേ പറയുന്നത്, വലിയ പൈപ്പിന് 2 ആ പൈപ്പും കൂടി 2 എയുടെ ഇതുപോലെ 2 സൈഡിലായിട്ട്. ഇത് നമ്മള് 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. എന്നാ 3ാമത്തെ അപ്പൊ ഇനി 3ാമത്തെ ഡി എടുക്കുക. ഡി എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് വെക്കുക. നല്ല ടൈറ്റ് ആക്കിക്കോട്ടാ, ഇല്ലെങ്കിൽ മേതൂട്ടി കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇനിയിപ്പം ആ ഒരു റെഡ് ഉണ്ടല്ലോ, ഏകദേശം രൂപ ആയിട്ടാ ടെന്റിന്റെ മേതൂട്ടിന്റെ. ഇനിയിപ്പം ഇത് രണ്ടും കൂടെ ഇത് ഇങ്ങനെ വെക്കും. അപ്പൊ ആ ഭാഗം തീർന്നു. ഇനിയിപ്പോ ഇപ്പുറത്തെ ഭാഗം ഇതേപോലെ ഇപ്പുറത്തേക്ക്. മേതൂട്ടി ഒന്നുണ്ടായിരുന്നല്ലോ ഇതുപോലത്തത്, അത് കയ്യിലെടുത്ത് പിടിച്ചിട്ട് തരുന്നില്ല കേട്ടാ. വെക്കില്ലെങ്കിൽ പിന്നെ സിമ്പിൾ ആണല്ലേ ഇത് മാനുവലി ഇത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്നാക്കാൻ പറ്റുന്ന എല്ലാവർക്കും വളരെ ഈസിയാണ്. വലിയൊരു ഇതൊന്നുമില്ല. പക്ഷെ മാനുവലി നോക്കിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഏത് ഏടാന്നുള്ളത്. അത് നോക്കി നമുക്ക് ആദ്യം ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചെരുപ്പിന്റെ സ്റ്റാൻഡ് വാങ്ങിയിട്ട് ആകെ പൊട്ടുപോയില്ലേ. അത് പൈപ്പൊന്നും
മറ്റേ ഹോളുമായിട്ട് അതെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. കാരണം പൈപ്പുകൾ തമ്മില് അതിലേക്ക് കണക്ട് ആവാത്ത പ്രശ്നം. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് നല്ല പെർഫെക്റ്റ് ആണ്. പക്ഷെ ലാസ്റ്റ് ഭാഗം നമ്മുടെ മേതിപ്പം മേലോട്ട് ചേർക്കാൻ പോവാണ്. ഇതാ ടെന്റ്. ടെന്റിന്റെ ഇപ്പൊ നമ്മളെ ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി പുതപ്പിക്കുവാന്നില്ലതാണ്. ഇനിയിപ്പൊ മേൽക്കൂര മാത്രം. മണിക്കൂട്ടന്റെ ഒരു സൈഡ് പിടിക്കും. മണിക്കൂട്ടൻ അവളാടി ഇരുന്നോട്ടെ എന്നാല്. ഇനിയിപ്പൊ ഇത് കറക്റ്റ് ഇടണേ മണിക്കൂട്ട. അപ്പൊ നമ്മുടെ മേതുന്റെ ടെന്റിന്റെ മൂൾഭാഗം ഇടാൻ പോവാണ്. മേൽക്കൂരിയും സൈഡും എല്ലാം പറയലൊന്നും റെഡി ആക്കണം. അത്രേ പതുക്കെ പതുക്കെ വലിച്ചോ. ഓ ആരെല്ലാം ഉണ്ട് ഇതില്. ഏതാണ് ബാർബി ഉണ്ട്, എൽസിഎൽ ഉണ്ടോന്നു നമ്മക്കറിയില്ല. യൂണിക്കോണിന്റെ ഒരു സാധനം ഞാൻ കണക്കറിയാട്ടോ. അത് ഇവിടെയുണ്ട് യൂണിക്കോൺ. മണി കറക്റ്റ് സൈഡാക്കി വലിക്കേ. എന്റെ ടെന്റല്ലേ ഇത്, എനക്ക് കയറാൻ പറ്റുമോ? പിള്ളേരെ കളിക്കണ്ടേ അതൊക്കെ. ഇതിന്റെ ഉള്ളിൽ ഇനി നമ്മള് കിടക്കിയും പിന്നെ തലാനെല്ലാം വെക്കും. ഞാൻ ഇറങ്ങാം. സെറ്റ് ആക്കണം കുറെ കാര്യങ്ങൾ. പക്ഷെ ഡെക്കറേറ്റ് ചെയ്യേണ്ട ഇപ്പൊ എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തില്ല. എന്തെല്ലാം വേണ്ട അതിനുള്ളിൽ? അതില് ബെഡ് വേണം. സോറി മണി, അതില് ബെഡ് വേണം, പില്ലോ വേണം. അല്ല മേതു എന്തെല്ലോ വേണം. അത്രേ പിന്നെ നരിക്കോട് ഓവി പിന്നെ നോർമലി സെറ്റാ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് മേതുട്ടിക്ക് വേണ്ടിട്ട് അടിപൊളി സെറ്റ് ആക്കുന്നതായിരിക്കും. ഞാൻ പിടിക്കാതാ. ഇല്ല ഉണ്ട്. ഇത് ഒട്ടിച്ച് അത് ശരി തന്നെ, ഒട്ടിച്ച് വെക്കണ്ടല്ലോ. ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഓട്ടോറിക്ഷക്കെല്ലാം ഉണ്ടാവില്ലേ സൈഡില്, അതുപോലെ ഇതിങ്ങനെ കെട്ടി വെക്കാം നമുക്ക്. അടിപൊളി സെറ്റപ്പ് ആട്ടാ. മേതുട്ടി ഭയങ്കര സന്തോഷത്തിലാട്ടാ. മേതുട്ടി ഇതിപ്പം നമ്മൾ കുറച്ച് വൈകി, ഇത് 2 ദിവസം മുന്നേ കൊണ്ടുവന്ന സാധനമാണ്. അപ്പേ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഏതായാലും നമ്മളൊരു ഇതിന്റെ എന്തായാലും ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിന്നതാ. അല്ല മേതുട്ടി? മേതുട്ടി ഇന്ന് ഇവള് കുറച്ച് ശരിക്കും പിടിച്ചു. എന്താ ഇവക്ക് തിരക്കായി ഇത് ഇതാക്കണം എന്ന് ഓർത്തി 2-3 ദിവസം ഇവള് ഏത് തോന്നല വരുന്നു. നിന്റെ കാര്യത്തിൽ തീരുമാനം. നിന്റെ കാര്യത്തിൽ തീരുമാനം, എന്റെ കാര്യത്തിൽ തീരുമാനമില്ല. എന്നാ തീരുമാനാവണ്ടേ? മേറ്റിടണം, ഇത് സെറ്റ് ആക്കണം. നമുക്ക് പിന്നെ അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഇത് ബാർബി, ഇതാണെന്ന് എനിക്കറിയില്ല. യൂണിക്കോൺ, യൂണിക്കോൺ, യൂണിക്കോൺ. റെയിൻബോ മുടി, റെയിൻബോ ഹെയർ. പിന്നെടാ ബേബി യൂണിക്കോൺ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി യൂണിക്കോൺ ഉണ്ടാടാ. അത് ബാർബിയാണോ? ഇതും ഈ മറ്റേ ഈ സ്വർണ്ണ കളർ മുടിയിലെല്ലാം ബാർബിയാണല്ലേ? ഓക്കെ. പിങ്ക് ഇട്ടതെല്ലാം ബാർബി അല്ലേ മേതു? ഞാൻ എല്ലാവർക്കും കാണിച്ചതാ. ബാർബിന്റെ മാല ഈ ചേച്ചിട്ടു, ഈ ചേച്ചിന്റെ മാല ബാർബി ഇട്ടു, ബാർബിന്റെ മാല ഈ ചേച്ചിട്ടു, ഈ ചേച്ചിന്റെ മാല മേതു. ആടെ ഒരു സാധനം കണ്ടതാ, അതിന്റെ ഉള്ളിൽ തലാണി മറ്റേ ഷീറ്റും ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് വെച്ചത് ഇപ്പൊ ഇടാൻ വേണ്ടിട്ട്. അല്ലേ മേതുട്ടി? ഇപ്പൊ അതിനുള്ളിലേക്ക് ഇടാൻ വേണ്ടിട്ട് വെച്ചോണ്ട്. അത് പിങ്കാ വേണ്ട. ബാർബി ഇടക്ക് ബ്ലൂ ഇടുമായിരിക്കും. ഒരു കളർ ചേഞ്ച് എല്ലാം വേണ്ടേ? നീ എല്ലാ ദിവസം ഈ ബ്ലൂ ഇടല്, നിന്റെ ഈ ഡ്രസ് ഇടല് മാറണ്ടേ? അപ്പൊ ബാർബിക്കും ഉണ്ടാവില്ലേ ഒരു മാറ്റം ആവശ്യം. മേതുട്ടിക്ക് ഇത് ഇഷ്ടപ്പെട്ടാ? മേതുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇഷ്ടപ്പെട്ടു. ഈ ഫ്ലവർ ഒക്കെ ചേഞ്ച് ഫ്ലവർ,
അപ്പം നമ്മുടെ ടെന്റ് ഇതാണ് ഇന്നത്തെ വിശേഷം. അതെ, അപ്പം ഇതിലൂടെ എയർ കയറാൻ പറ്റി. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടാ, ഒരു ഭാഗത്തല്ല, രണ്ട് സൈഡിലും ഉണ്ട്. രണ്ട് തല ഒടിഞ്ഞുകൊണ്ടാട്ടാ. തലേന്ന് ഒടിഞ്ഞൂല അല്ലേ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരാള് കയറുമ്പോഴത്തേക്കും മേതും കയറിയേ. മേതുട്ടിന്റെ തല കറക്റ്റ് തന്നെ മേതു. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇറങ്ങിട്ട് ചായ ഇതെല്ലാം വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തലയിട്ട് ചോദിച്ചാൽ മതി അല്ലേ മേതു? പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇതങ്ങ് അടച്ചിടും, സൈഡിലെ ചോദിക്കും, വിളിക്കും അമ്മേ ചായ, അമ്മേ ചോറ്. ഇനി മേതുട്ടി കുറച്ചേരം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോ. അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കണ്ട അവസാനം. അതെ. അപ്പോൾ നമ്മളെ ടെൻറ്റിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.